നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 3. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനുകൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അടിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി തുടർച്ചയായി ഇന്ന് ആറാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടം തുടരുവാനുമായി ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 200 പോയിന്റുകൾക്ക് അടുത്തുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ലഭ്യമായി. കൂടാതെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ആദ്യ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നിഫ്റ്റി 24,515 എന്ന ലെവലിൽ വെച്ച് സപ്പോർട്ട് മേടിച്ചു. മാത്രമല്ല ഇന്ന് മാർക്കറ്റിന് ഒരിക്കൽ പോലും പിന്നോട്ട് നോക്കേണ്ടതായിട്ടും വന്നില്ല. എങ്കിലും ഇന്ന് മാർക്കറ്റിൽ ശക്തമായ ഒരു കുതിപ്പ് അനുഭവപ്പെട്ടത് എസ്പെഷ്യലി ഇന്ന് മുതൽ സെബിയുടെ പുതിയ നിയമപ്രകാരം F&O സെഗ്മെന്റിലെ സമയം 3:40 വരെ നീട്ടിയതിനെ തുടർന്ന് ഇന്നത്തെ മാർക്കറ്റിൽ വൈകുന്നേരം 3:25 ശേഷമാണ് 5 മിനിറ്റുകൾ കൊണ്ട് ഏകദേശം 200-ലേറെ പോയിന്റുകളുടെ റാലി നിഫ്റ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും അവസാന നിമിഷത്തെ ഈ ഒരു ശക്തമായ റാലി എന്തുകൊണ്ടാണെന്നുള്ള കാരണത്തിന് വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. ഒരു പക്ഷേ ട്രേഡിംഗിൽ പുതിയ മാറ്റങ്ങൾ വന്നപ്പോൾ മാർക്കറ്റിൽ ഉടലെടുത്ത എന്തെങ്കിലും പ്രതിഭാസമോ അതല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ആക്ഷനോ കൊണ്ടാകാം. എന്നിരുന്നാൽ കൂടിയിട്ടും വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഈ അവസാന മിനിറ്റിലെ 200 പോയിന്റുകൾക്ക് അടുത്തുള്ള നേട്ടത്തിന്റെ കാരണം വ്യക്തമാവുകയും ചെയ്യും. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 390 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 5 മാസത്തിനടുത്ത് അഥവാ മാർച്ച് 5-ാം തീയതിക്ക് ശേഷം വീണ്ടും 24,700 എന്ന ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ഇന്ന് സെൻസെക്സിൽ 544 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിയിൽ 983 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഏകദേശം 1.25% നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 2174 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം ആകെ 857 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, TCS, ഇൻഫോസിസ്, ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ സൺഫാർമ, അപ്പോളോ ഹോസ്പിറ്റൽസ്, സിപ്ല, ONGC, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ITക്ക് ഇന്ന് 2% നേട്ടം കൈവരിച്ചുകൊണ്ട് 2 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം വീണ്ടും ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുവാനായപ്പോൾ മീഡിയയും ഫാർമയും ഒഴികെ ബാക്കി ഒട്ടുമിക്ക മേഖലകൾക്കും തന്നെ ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ ഒരു ഘട്ടത്തിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 31 പൈസയുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും അവസാനം നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് ഫ്ളാറ്റ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് ക്രൂഡ് സെൻസിറ്റീവ് സ്റ്റോക്കുകളായ ഇറ്റേണൽ, IOC, ഇൻഡിഗോ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഷെയർ പ്രൈസിൽ ഇന്ന് 4% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ എണ്ണയുടെ വില ശക്തമായി ഉയർന്നതിന് ശേഷം ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തുമ്പോഴൊക്കെ ഈ പറഞ്ഞ സ്റ്റോക്കുകളുടെ വിലയിൽ 4 മുതൽ 5% ഉയർച്ച രേഖപ്പെടുത്താറുണ്ട്. 2 ആഴ്ചകൾക്ക് മുന്നേയും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡിനെ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്നും 2 മാസത്തേക്കും കൂടാതെ കമ്പനിയുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയ ശ്രീ സുഭാഷ് ചന്ദ്രയെയും പുനീത് ഗോഗങ്കയെയും 1 വർഷത്തേക്ക് സെബി സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നും ബാൻ ചെയ്തതിനെ തുടർന്ന് ഇന്ന് സി എന്റർടൈൻമെന്റിന്റെ സ്റ്റോക്കിൽ 14% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇന്ന് നമ്മൾ ജൂലൈ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയുടെ വിശദാംശങ്ങൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് വരുന്ന എല്ലാ ഓട്ടോ സെയിൽസ് ഡാറ്റയിലും എസ്പെഷ്യലി GSTയുടെ 2.0യുടെ റിഫോം വന്നതിന് ശേഷം എസ്പെഷ്യലി പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും PV സെഗ്മെന്റിൽ ഉൾപ്പെട്ട ഓട്ടോ സ്റ്റോക്കുകൾക്ക് ശക്തമായ നേട്ടം കൈവരിക്കുവാനുമാകുന്നില്ല. അനലിസ്റ്റുകളും എക്സ്പെർട്ടുകളൊക്കെ ഇതിനെ വിലയിരുത്തുന്നത് നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് വാഹന നിർമ്മാതാക്കളുടെ ഇൻപുട്ട് കോസ്റ്റിൽ ഉണ്ടാക്കുന്ന വർധനവ് തന്നെയാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് സുപ്രീം കോടതി മാർക്കറ്റ് കപ്ലിംഗ് ഫ്രെയിംവർക്ക് റെഗുലേഷൻസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകിയതിനെ തുടർന്ന് ഇന്ന് IEXന്റെ സ്റ്റോക്ക് പ്രൈസിൽ 4% ഇടിവും അനുഭവപ്പെട്ടു. കൂടാതെ ഈ വീക്കെൻഡിൽ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ച മുത്തൂറ്റ് ഫൈനാൻസിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും ഏർണിംഗ്സിലും മാർക്കറ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 14% ഇടിവും അനുഭവപ്പെടുവാൻ ഇടയാക്കി. ഇനി നമുക്ക് തുടർച്ചയായി ഇന്ന് 6ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തോടുകൂടി
തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോഴേക്കും ഗ്ലോബൽ മാർക്കറ്റിൽ വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാർമേഘങ്ങൾ അതിശക്തമായി തന്നെ ഉരുണ്ടുകൂടുക മാത്രമല്ല, അത് എണ്ണയുടെ വിലയിൽ വീണ്ടും ശക്തമായ കുതിപ്പിനും കാരണമാക്കിയിരുന്നു. തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $90 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $85 മുകളിലുമായിട്ടാണ് വീക്കെൻഡില് എണ്ണയുടെ വില എത്തിച്ചേർന്നതെങ്കിൽ, ഇന്നലെ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇറാനെ ആക്രമിക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്നും തങ്ങൾ തൽക്കാലത്തേക്ക് പിന്മാറിയെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ അത് എണ്ണയുടെ വിലയിൽ 5% ഇടിവ് അനുഭവപ്പെടാൻ ഇടയാക്കി. മാത്രമല്ല, ഇന്ന് രാവിലെ അനുഭവപ്പെട്ട ഇടിവ് നേരിയ തോതിൽ വർദ്ധിക്കുകയല്ലാതെ ഇന്നൊരിക്കൽ പോലും എണ്ണയുടെ വിലയിൽ ഉയർച്ച അനുഭവപ്പെട്ടതുമില്ല. നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 4.81%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5.84% ഇടിവോടുകൂടി ബ്രെന്റ് ക്രൂഡിന്റെ വില $83.71 ക്രൂഡ് ഓയിലിന്റെ വില $79.73 എത്തിച്ചേർന്നു. ആയതിനാൽ തന്നെ ഇന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവ് ഗ്ലോബൽ മാർക്കറ്റിൽ മൂന്നാമത്തെ ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശ്വാസം തന്നെയായി മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി ജൂലൈ മാസത്തെ കലണ്ടർ മാസം അവസാനിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് തുടരുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ജൂലൈ മാസത്തെ ഡാറ്റകൾ പ്രകാരം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 20,199 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഇതിൽ 6,731 കോടി രൂപ എക്സ്ചേഞ്ച് വഴിയാണ് വന്നതെങ്കിലും 13,467 കോടി രൂപ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിലൂടെ IPOസിലേക്കാണ് വന്നതും. കുറേയേറെ മാസങ്ങൾക്ക് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയത് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ വീക്കെൻഡോടുകൂടി യുഎസും ഇറാനും തമ്മിൽ അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇത് യുഎസിന്റെ മറ്റുള്ള സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ മുകളിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂടലിലായിരുന്നു ലോകം മൊത്തം. എന്നാൽ ട്രംപിന്റെ ഇന്നലത്തെ പിൻവാങ്ങലിനെ തുടർന്ന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായില്ലെങ്കിൽ കൂടിയിട്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നേരിയൊരു ശ്വാസം എടുക്കുവാനുമായി, മാത്രമല്ല ഇന്ന് വെളുപ്പിനോടുകൂടി വീണ്ടും അദ്ദേഹം പ്രസ്താവന നടത്തി. അതായത് ഇന്ന് തിങ്കളാഴ്ച മുതൽ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന്. ഇതിനെ തള്ളിക്കൊണ്ട് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രി യുഎസുമായിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് തങ്ങൾ യാതൊരു വിധത്തിലുള്ള പച്ചക്കൊടിയും കാണിച്ചിട്ടില്ലെന്നുള്ള പ്രസ്താവനയാണ് വരികയും ചെയ്തത്. എങ്കിലും ട്രംപ് വീണ്ടും അവകാശപ്പെടുന്നുണ്ട് ഇറാനുമായിട്ട് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ US ഇറാൻ പീസ് ടോക്കിനെ കുറിച്ചുള്ള ഡെവലപ്മെന്റ്സുകൾ ഇന്ന് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾക്ക് തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുക മാത്രമല്ല, ഇന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിനും 0.25% അഥവാ 420 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് നടത്താനായതും. എന്നാൽ ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഫ്രാൻസ് മാർക്കറ്റിന് 1.5%, ജർമ്മൻ മാർക്കറ്റിന് 1.5% നേട്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം UK മാർക്കറ്റിന് ഇന്ന് അവധിയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ ഇന്ന് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ആകെ ഇന്ത്യ, ഹോങ്കോങ്, തായ്വാൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം ജപ്പാൻ മാർക്കറ്റിന് 1%, കൊറിയൻ മാർക്കറ്റിന് 5.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊറിയൻ മാർക്കറ്റിനെ ഇന്ന് 5% ഇടിവിലേക്ക് നയിച്ചത് അവരുടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ സാംസങ്ങിലും SK ഹൈനെക്സിലും 9% ഇടിവ് രേഖപ്പെടുത്തിയതുകൊണ്ടാണ്. എങ്കിലും മദർ മാർക്കറ്റായ US മാർക്കറ്റിലും തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ്സും ചില ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ബെറ്റർ ആയിട്ടുള്ള Q1 ഏർണിംഗ്സ് ഇന്ന് മാർക്കറ്റിനെ ശക്തമായി തന്നെ പിന്തുണച്ചു. ITCയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും പല ബ്രോക്കറേജിംഗ് സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും സിഗരറ്റിന്റെ വോളിയത്തില് വളർച്ച വന്നേക്കാമെന്നുള്ള കാഴ്ചപ്പാട് പങ്കുവച്ചതിനെ തുടർന്ന് ITCക്ക് ഇന്ന് 4% നേട്ടം കൈവരിക്കുവാനുമായി. കൂടാതെ ഡിവിസ് ലാബോറട്ടറീസിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സില് പ്രോഫിറ്റിലുണ്ടായ ശക്തമായ വർധനവിനെ തുടർന്ന് സ്റ്റോക്കിന് ഇന്ന് 3.2% നേട്ടം കൈവരിക്കുവാനായതും. ഓബൻ കമ്പനിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ റവന്യൂവില് 44% വർധനവിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ അനുഭവപ്പെട്ട 16% നേട്ടവും. കൂടാതെ ഇന്ന് ഫിനാൻഷ്യൽ മേഖലയിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ ബജാജ് ഫൈനാൻസ്,
ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3% ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ഈ രണ്ട് സ്റ്റോക്കുകളുടെയും കോൺട്രിബ്യൂഷൻ മൂലം ഏകദേശം ഫിനാൻഷ്യൽ മേഖലയ്ക്ക് 1% നേട്ടം കോൺട്രിബ്യൂട്ട് ചെയ്തതും ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായി മുന്നോട്ട് പോകുവാൻ സഹായിച്ചു. ജൂലൈ മാസത്തിലെ ബെറ്റർ ആയിട്ട് വന്ന ഓട്ടോ സെയിൽസ് ഡാറ്റയെ തുടർന്ന് ഇന്ന് ഓട്ടോ മേഖലയ്ക്ക് കൈവരിക്കുവാനായ 1.5% നേട്ടവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായപ്പോൾ ഇന്ന് ഇന്ത്യ വിക്സിൽ നേരിയതാണെങ്കിലും 1.36% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. കൊമോഡിറ്റിയിൽ ഗോൾഡിന്റെ വില രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ 0.25% ഇടിവാണ് അനുഭവപ്പെടുന്നത്. $451.41 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. VIP ഇൻഡസ്ട്രീസ്, JB കെമിക്കൽസ്, സിപ്ല, HUL എന്നിവിടങ്ങളിൽ നിന്ന് പ്രവൃത്തി പരിചയമുള്ള ശ്രീ നാരായണൻ ഷറഫിനെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. ബേസിലിക് ഫ്ലൈ സ്റ്റുഡിയോ 2027 സാമ്പത്തിക വർഷത്തേക്ക് ഓഗസ്റ്റ് മാസം മുതൽ നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി, ആപ്പിൾ എന്നിവയിൽ നിന്ന് 105 കോടി രൂപയുടെ VFX കരാറുകൾ കമ്പനിക്ക് ലഭിച്ചു. ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ശ്രീ വിവേക് വിശ്വനാഥിനെ കമ്പനിയുടെ മുഴുവൻ സമയ ഡയറക്ടറായിട്ട് നിയമിച്ചു. ഈത്തോസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 47.9%, റവന്യൂവില് 33.3% വർധനവ് രേഖപ്പെടുത്തി. ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ നെറ്റ് പ്രോഫിറ്റില് 14.1%, റവന്യൂവില് 17.4% ഇടിവ് രേഖപ്പെടുത്തി. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് നെറ്റ് പ്രോഫിറ്റില് 77.7% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് ഇരട്ടിയോളം വർധനവും രേഖപ്പെടുത്തി. പാർക്ക് മെഡിവോൾഡ് നെറ്റ് പ്രോഫിറ്റില് 42.5%, റവന്യൂവില് 19.3% വർധനവ് രേഖപ്പെടുത്തി. NOCIL നെറ്റ് പ്രോഫിറ്റില് 65%, റവന്യൂവില് 20% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ധാനുക അഗ്രിടെക് നെറ്റ് പ്രോഫിറ്റില് 35%, റവന്യൂവില് 13% ഇടിവ് രേഖപ്പെടുത്തി. എസ്കോട്സ് കുബൂത്ത നെറ്റ് പ്രോഫിറ്റില് 72.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 28.3% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.